ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തെ പഞ്ചാബ് ഹൈദരാബാദ് മാച്ച്. ലാസ്റ്റ് ഓവറിലാണ് കളി തീർന്നത്. ശരിക്കും ആര് ജയിക്കുമെന്ന് പറയാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവസാന നിമിഷം പഞ്ചാബ് കളി ജയിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ഇന്ന് പഞ്ചാബ് നടത്തിയത്. അപ്പോൾ ഈ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഹൈദരാബാദ് ആയിരുന്നു. അവര് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചത് വലിയൊരു സ്കോറായിരുന്നു. പഞ്ചാബ് കളി തോൽക്കുമെന്ന് എല്ലാവർക്കും തോന്നി. 91 റൺസിൽ 5 വിക്കറ്റ് പഞ്ചാബിന്റെ പോയിട്ടുണ്ടായിരുന്നു. SRH കളി തിരിച്ചു പിടിച്ചു. എന്നാൽ ഈ സമയം കളി വിട്ടുകൊടുക്കാൻ ശശാങ്ക് സിംഗ് ഒരുക്കമില്ലായിരുന്നു. താരം മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. ശശാങ്കും അശുതോഷ് ശർമ്മയും കൂടി പഞ്ചാബിനെ മുന്നോട്ട് നയിച്ചു. തോറ്റ മത്സരം വീണ്ടും പഞ്ചാബ് ജയിക്കുമെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ലാസ്റ്റ് ഓവറിൽ 6 ബോളിൽ 29 റൺസാണ് പഞ്ചാബിന് ജയിക്കാൻ ആവശ്യമായത്. ലാസ്റ്റ് ഓവറിന്റെ ആദ്യ ബോളിൽ 6 അടിച്ചു. സെക്കൻഡ് ബോള് വൈഡ് ആയിരുന്നു. തേർഡ് ബോളും വൈഡ് എറിഞ്ഞു. അങ്ങനെ ഒരു ബോളിൽ 8 റൺസ് പഞ്ചാബിന് കിട്ടി. ശേഷം സെക്കൻഡ് ബോൾ എറിഞ്ഞു. അതും പഞ്ചാബ് 6 അടിച്ചു. ഇതോടുകൂടി പഞ്ചാബ് ആരാധകർ ആവേശത്തിലായി. കളി പഞ്ചാബ് ജയിക്കുമെന്ന് എല്ലാവരും കരുതി. ശേഷം തേർഡ് ബോളിൽ 2 റൺസ് ഓടി. അതുപോലെ ഫോർത്ത് ബോളിലും 2 റൺസ് ഓടി. ഫിഫ്ത്ത് ബോള് വൈഡ് ആയിരുന്നു. പിന്നീട് ഫിഫ്ത്ത് ബോൾ വീണ്ടും എറിഞ്ഞു. അതിലൊരു സിംഗിൾ ഓടി. ഇതോടുകൂടി പഞ്ചാബ് കളി തോറ്റു. എന്നിട്ടും പഞ്ചാബ് കളി വിട്ടുകൊടുത്തില്ല. ലാസ്റ്റ് ബോളിൽ 6 അടിച്ചാണ് പഞ്ചാബ് കളി അവസാനിപ്പിച്ചത്. ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ജസ്റ്റ് ഒരു ബോൾ ഉണ്ടെങ്കിൽ പഞ്ചാബ് ഇന്ന് കളി ജയിച്ചേനെ. അത്രയ്ക്കും പോരാട്ട വീര്യത്തിലൂടെയാണ് പഞ്ചാബ് ഇന്ന് ബാറ്റ് ചെയ്തത്. ലാസ്റ്റ് 6 ബോളിൽ 29 റൺസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പഞ്ചാബ് കളി ജയിച്ചേനെ. അങ്ങനെ SRH 2 റൺസിന് കളി ജയിച്ചു. കളി ജയിച്ചെന്ന് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ് SRH. അതുപോലത്തെ പ്രകടനമാണ് പഞ്ചാബ് ഇന്ന് പുറത്തെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.